അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യമാസം റബീഉൽ അവ്വൽ 1 പുണ്യനബിയുടെ ജന്മദിനം. ജന്മമാസം. അസാധാരണ പ്രവാചകത്തിൻ്റെ ഉടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും അസാധാരണക്കാരനായിരുന്നു എന്നാണ് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണക്കാരനാണ് എന്നതിലേക്ക് ഒരു സൂചന പോലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ കണ്ടെത്താൻ കഴിയില്ല. ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ എല്ലാ കാര്യത്തിലും അസാധാരണത വളരെ വ്യക്തമായി കണക്കാക്കുന്നതാണ്. ആദ്യമായി പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് നബിയിൽ പ്രകടമായ അസാധാരണത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂലഹബിൻ്റെ അടിമയായിരുന്ന സുവൈബയെ അബൂലഹബ് സ്വതന്ത്രയാക്കി. അബൂലഹബ് മരണപ്പെട്ട ശേഷം അയാളുടെ കുടുംബത്തിൽ ഒരാൾ അയാളെ സ്വപ്നം കാണുകയുണ്ടായി. മരണശേഷം നീ എന്തെല്ലാം അനുഭവിച്ചു എന്ന് ആ വ്യക്തി ചോദിച്ചു. മരണശേഷം ഞാൻ യാതൊരു ഗുണവും അനുഭവിച്ചിട്ടില്ല എന്നും സുവൈബയെ സ്വതന്ത്രയാക്കിയത് കാരണം എൻ്റെ കൈവിരലിലൂടെ നിർഗളിക്കുന്ന ശുദ്ധജലം എനിക്ക് കുടിപ്പിക്കപ്പെടുന്നു എന്നും അബൂലഹബ് പറഞ്ഞതായി ബുഖാരി 266 അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസം സുവൈബയെ നബിയുടെ ജന്മവാർത്ത അബൂലഹബിനെ അറിയിച്ചത് തന്നിമിത്തം സന്തോഷഭരിതനായ അബൂലഹബ് സുവൈബയെ സ്വതന്ത്രയാക്കി. അക്കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും കൈവിരലിലൂടെ ശുദ്ധജലം നൽകിക്കൊണ്ടുള്ള ഒരു ഉപകാരം പരലോകത്ത് അവന് ലഭിച്ചു. ഉപകാരം കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം അവന് നഷ്ടപ്പെട്ട പോലെ ആ പ്രവർത്തനം അവന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം. എന്നാൽ ആമിന ബീവി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നതിൽ സന്തോഷിക്കുക മാത്രമാണ് അബൂലഹബ് ചെയ്തത് എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു എന്നതിൽ അബൂലഹബിന് സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തിയ കുട്ടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അബദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയെന്ന് മാത്രം. സുവൈബയെ മോചിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി കുട്ടി നബി ആയതിനാലാണ് അദ്ദേഹത്തിന് ഈ ഉപകാരം ലഭിച്ചത്. സുവൈബയെ മോചിപ്പിക്കുമ്പോൾ ഖുറൈശി തറവാട്ടിൽ ഒരു കുഞ്ഞ് പിറന്നു എന്നല്ലാതെ ഒന്നും അബൂലഹബ് ചിന്തിച്ചിട്ടില്ല. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം നബിയുടെ പ്രധാന ശത്രുവായിരുന്നതാണ്. അപ്പോൾ കേവലം ഒരാൺകുട്ടി പിറന്നു എന്ന് സന്തോഷിക്കുക മാത്രം ചെയ്ത അബൂലഹബിന് ആ കുട്ടി നബിയായിപ്പോയി എന്ന കാരണം കൊണ്ട് ഈ ഒരു ഉപകാരം ലഭിച്ചതിൽ നിന്നും ആ കുട്ടി ഒരു സാധാരണ കുട്ടിയായിരുന്നില്ലെന്നും മറിച്ച് എന്തോ അസാധാരണത്വം ആ കുട്ടിക്കുണ്ടായിരുന്നു എന്നും സ്പഷ്ടമാക്കുന്നുണ്ട്. സത്യവും അത് തന്നെയാണ്.